ചന്ദ്രബാബു നായിഡു പഴയ ആളല്ലേ. നമസ്തേ, ഡബിൾ ബാരൽ പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഞാൻ സത്യനാരായണൻ, എൻ്റെ കോ ഹോസ്റ്റ് മധുസൂദനൻ TP. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രതിഭാസം എന്ന് വിളിക്കാൻ പറ്റുന്ന ശ്രീ ചന്ദ്രബാബു നായിഡുവിനെ കുറിച്ചാണ്. ഇപ്പോ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിട്ട് ചാർജ് എടുത്തു. പ്രശസ്ത വിജയമായിരുന്നു. അതായത് കഴിഞ്ഞ ഇലക്ഷനിൽ എത്ര ഭയങ്കരമായിട്ട് തോറ്റോ അതേ ഇലക്ഷൻ തിരിച്ചു വെച്ച മാതിരി ഇപ്രാവശ്യം ഗംഭീരമായിട്ട് ജയിച്ചു. കുറച്ചു കാലം ലോക്സഭയിലേക്ക് 16. അതെ, ഏഴരശനി കണ്ടകശനി എന്തൊക്കെയോ ആയിരുന്നു തോന്നുന്നത്. കാരണം ഇവിടെ ഇല്ലായിരുന്നു മൂലൊക്കെ. അതെ 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 അതെ. മൂപ്പർക്ക് പക്ഷെ പരാജയം ഒരു പുത്തരി അല്ല. മൂപ്പര് ഇതിനു മുമ്പും TDP തോറ്റിട്ടുണ്ടല്ലോ. അതെ അതെ. NTR ഉള്ളപ്പോഴും തോറ്റിട്ടുണ്ട്. മൂപ്പർക്ക് അത് വലിയ വിഷയം തോന്നുന്നില്ല. നിങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ അങ്ങനെ എന്താ പറയാ, തോൽക്കാത്ത MLA ആയിട്ട് അങ്ങനത്തെ റെക്കോർഡൊന്നും ഇല്ലാത്ത ആളാ. തോറ്റിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്, വീണ്ടും തോറ്റിട്ടുണ്ട്, അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ അതൊന്നും ആൾക്കൊരു പുത്തരിയല്ല. ഇപ്പൊ വലിയൊരു ഗ്യാപ്പ് പ്രശസ്ത ഇപ്പൊ വലിയൊരു ഗ്യാപ്പായി പോയി തോന്നുന്നു. വലുത് പറഞ്ഞാൽ 5 വർഷം, 5 വർഷത്തെ ഗ്യാപ്പ്. അതിന് മുമ്പ് മറ്റേ YSR ജയിച്ചപ്പോഴാണ് ഇങ്ങനെ 2004 മുതൽ 2014 വരെ ഔട്ടായി വന്നു. അത് മറ്റേ വാജ്പേയിനെ ദ്രോഹിച്ചതിന് ദൈവം കൊടുത്തതാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പ്രശസ്ത വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് TDP 16 സീറ്റ്, പിന്നെ BJP-യുടെയും JSP-യുടെയും അലയൻസ് വഴി 57.7% വോട്ട് ലോക്സഭ ഇലക്ഷനിലും 59% വോട്ട് ഇതേ അലയൻസ് അസംബ്ലി ഇലക്ഷനിലും പിടിച്ചു. ക്ഷമിക്കണം, 135 സീറ്റാണ് TDP-ക്ക്. പിന്നെ ജനസേന പാർട്ടിക്ക് 21, BJP-ക്ക് 8, YSRCP-ക്ക് 11 സീറ്റ്. അവർക്ക് പ്രതിപക്ഷ നേതാവിന്റെ പോസ്റ്റ് പോലും കിട്ടില്ല. അതിന് 18 സീറ്റ് വേണം. ഇത് 11 സീറ്റുള്ളൂ. അങ്ങനെ പ്രശസ്ത വിജയം. അതെ, പ്രശസ്ത വിജയമാണ്. അപ്പൊ അങ്ങയുടെ ഈ രാഷ്ട്രീയ ജീവിതത്തെ പറ്റിയൊക്കെ നമ്മൾ കുറെ, ഇതിപ്പോ ഇപ്രാവശ്യം 4ാമത്തെ തവണയാണ്. NTR പോലും 3 തവണ മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോ മരുമകൻ അമ്മായപ്പനേക്കാളും ഒരുപടി മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇതൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഏറ്റവും രസമായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചന്ദ്രബാബു നായിഡുവിനെ പറ്റിയിട്ട് 1950 തിരുപ്പതിക്ക് അടുത്തുള്ള ഒരു ഗ്രാമത്തില് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ചന്ദ്രബാബു. അദ്ദേഹം പഠിച്ചു, സ്റ്റുഡന്റ് പൊളിറ്റിക്സിൽ ആയിരുന്നു. സ്റ്റുഡന്റ് പൊളിറ്റിക്സ് വഴി രാഷ്ട്രീയത്തിൽ വന്ന ഒരു വ്യക്തിയാണ്. അപ്പോ അടിയന്തരാവസ്ഥക്കാലം 1975 മുതൽ 77 വരെ അല്ലേ, ആ സമയത്ത് ഇങ്ങേര് കോൺഗ്രസിന്റെ സ്വന്തം ആളായിരുന്നു. അപ്പൊ അന്ന് കോൺഗ്രസ്സുകാർ കാട്ടിക്കൂട്ടിയൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതിലൊക്കെ മുമ്പിലായിരുന്നിരിക്കണം. അങ്ങനെ വളരെ സ്റ്റാർ ആയിരുന്നു. പിന്നെ ഏറ്റവും രസകരമായിട്ടൊരു സംഗതി ഞാനിന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി ഒന്ന് ചെകഞ്ഞപ്പോൾ മനസ്സിലായത്, ഇങ്ങനെ സഞ്ജയ് ഗാന്ധിയുടെ വലിയ ക്ലോസ് ആയിരുന്നു. സഞ്ജയ് ഗാന്ധിയുടെ ഒരു സൗത്തിലെ മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ ഒരാൾ ഇയാളായിരുന്നു. വളരെ ക്ലോസ് ആയിരുന്നു അവര്. അപ്പോ അത് കഴിഞ്ഞ് 78 ഇങ്ങനെ ആദ്യമായിട്ട് MLA ആവുന്നു, അസംബ്ലിയിൽ എത്തുന്നു, കോൺഗ്രസ് MLA. 81 അന്നത്തെ ഭയങ്കര സൂപ്പർ താരം NT രാമറാവുവിന്റെ മകളെ കല്യാണം കഴിക്കുന്നു. 81 NTR നോക്കിയപ്പോ നല്ല ഭാവിയുള്ള ഒരു കമ്മ ചെറുപ്പക്കാരൻ എന്ന രീതിയിലായിരിക്കണം. അപ്പോ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് 2 വർഷത്തിനകം ഇയാള് കോൺഗ്രസിന്റെ മന്ത്രിയാവും 83. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കാണ് ഈ NTR ഒരു ഭയങ്കര ഒരു വിപ്ലവം തുടങ്ങി കോൺഗ്രസ് മന്ത്രിസഭയെ താഴെ ഇറക്കുന്നത്. പക്ഷെ ചന്ദ്രബാബു ആ സമയത്തും കോൺഗ്രസിൽ തന്നെ നിന്നിട്ട് മത്സരിച്ചു, തോറ്റു ഇലക്ഷൻ. കാരണം NTR തൂത്തുവാരിയ ഒരു വിജയമായിരുന്നു ആ ഇലക്ഷൻ. അവിഭക്ത ആന്ധ്രാപ്രദേശിലെ തൂത്തുവാരിയ ഇലക്ഷൻ TDP. പിന്നെ അങ്ങനെ അധികം താമസിയാതെ തന്നെ അമ്മായിയപ്പന് നല്ല ഭാവിയുണ്ട് മരുമാനം മനസ്സിലായപ്പോ മരുമകൻ അമ്മായിയപ്പന്റെ കൂടെ കൂടി. പുള്ളി ഒരു സിനിമാ കൃഷ്ണനാണോ? അതെ. അപ്പോ അതെ 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 അപ്പൊ അത് 80 അതെ പറയും. ആന്ധ്രയിലെ സിനിമാ കൃഷ്ണനാണ് എന്താ പറയുക. പിന്നെ ആന്ധ്ര മാത്രമല്ല, അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്ന തെലുങ്ക് ഭാഷയിലെ സിനിമകൾ കേരളത്തിലെ ഞാൻ ടാക്കീസിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്.
ആ, ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര എന്താ കയ്യടി, പിന്നെ ഭയങ്കര എന്താ പറയുക, ശരിക്കും ദൈവത്തിന് മുമ്പിൽ കണ്ട പോലത്തെ പ്രതീതിയാണ് വയസ്സായ ആൾക്കാർക്കൊക്കെ അന്ന്. ഞാൻ പല സ്ഥലത്തും വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. അതായത് കൊളത്തൂർ ജില്ലയിലെ അല്ല മലപ്പുറം ജില്ലയിലെ കൊളത്തൂർ വെച്ചിട്ട് ഒരു ടാക്കീസിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ സിനിമ കണ്ടിട്ടുണ്ട്. പിന്നെ മണ്ണാർക്കാട് എന്റെ അമ്മാവൻ അവിടെ വക്കീലായിരുന്നു. അപ്പൊ അവിടെ ഉള്ളപ്പോ ആ. ഒരു പ്രാവശ്യം പോയിട്ട് അവിടുത്തെ ഒരു ടാക്കീസിന് ഇതുപോലെ NTR-ന്റെ സിനിമ കണ്ടു. ഞാൻ അപ്പൊ കണ്ടു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം നമ്മുടെ കോഴിക്കോട്ടൊന്നും അങ്ങനെ ക്രൈസ് ഉണ്ടാവും തോന്നുന്നില്ല. പക്ഷേ ഈ ഗ്രാമപ്രദേശങ്ങളിലെ ആൾക്കാർക്ക് തെലുഗു ഭാഷയൊക്കെയാണ്, അന്നൊന്നും സബ് ടൈറ്റിലിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷെ ഭയങ്കര, താങ്കളും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഇല്ല, ഞാൻ NTR-ന്റെ? ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ കോഴിക്കോട്ടൊന്നും അങ്ങനെ ഒരു ഞങ്ങള് കുറെ ഇതല്ല. പക്ഷെ മുമ്പ് ഗ്രാമപ്രദേശങ്ങളിൽ ഭയങ്കരമായിട്ട് കേരളത്തിൽ പോലും അങ്ങനെ സിനിമ കാണാൻ ആളുണ്ടായിരുന്നു എന്നതാണ് രസം. പിന്നെ ഈ 83-ല് അമ്മായിയപ്പൻ, അതായത് NTR, അമ്മായിയപ്പൻ അങ്ങനെ മരിച്ചുപോയ അങ്ങനെ പറ്റി അങ്ങനെ വളരെ മോശമായി പറയുക, ക്ഷമിക്കണം. ആ. അദ്ദേഹം അധികാരത്തിൽ വരുന്നു. പക്ഷെ മരുമകന് മന്ത്രിസ്ഥാനമൊന്നുമില്ല. പക്ഷെ മരുമകൻ മന്ത്രി അല്ലാതെ തന്നെ നല്ല ക്ലൗട്ടായിരുന്നു, നല്ല പവർഫുൾ. ചന്ദ്രബാബുവിന് എങ്ങനെ പവർ കൈയാളണം എന്നുള്ളത് നല്ലോണം അറിയുന്ന ആളല്ലേ. പിന്നെ 84-ല് കോൺഗ്രസ്സുകാർ ഒന്ന് NTR-നെ മറച്ചിടാൻ ഒരു ശ്രമം നടത്തി. അന്നത്തെ മീഡിയയിൽ ഒക്കെ ഭയങ്കരമായിട്ട് വന്ന് പേപ്പറിലൊക്കെ എത്രയോ ദിവസം ന്യൂസ് ആയിരുന്ന ഒരു സംഭവം. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഇയാളാകെ പേടിച്ചിരിക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് മന്ത്രിസഭ വീഴാതെ നോക്കിയത് ചന്ദ്രബാബു നായിഡു. അതോടുകൂടി ചന്ദ്രബാബു നായിഡുവിനെ NTR പാർട്ടിയുടെ സെക്രട്ടറി ആക്കി. പിന്നീട് അദ്ദേഹം NTR പിന്നെ അത് കഴിഞ്ഞിട്ട് NTR പവർ ഒന്ന് പോവുക ചെയ്തത്. അടുത്ത ഇലക്ഷൻ തോറ്റു NTR. ഇലക്ഷൻ തോറ്റിട്ട് NTR-ന്റെ കോർഡിനേറ്ററായി ഇയാൾ പാർട്ടിയുടെ. അപ്പൊ അങ്ങനെ ആ സമയം മുതലേ ഇങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ട്, ആ ഒരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 89 മുതൽ 94 വരെ TDP അധികാരത്തിലില്ലായിരുന്നു. ആ സമയത്തും പക്ഷെ ഇങ്ങേര് എല്ലാ വർക്കേഴ്സൊക്കെ ആയിട്ട് എല്ലാവരുടെയൊക്കെ ടൂറൊക്കെ ചെയ്ത് എല്ലാവരുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്ത്. NTR അങ്ങനെയൊന്നും ആ ഒരു വലിയൊരു ഇതൊന്നും താഴെ ഇറങ്ങി വരാനൊന്നും അത്ര തയ്യാറായിരുന്നില്ല. പക്ഷെ ചന്ദ്രബാബു നായിഡു ആയിരുന്നു എല്ലാം. എങ്ങനെ കേട്ടിട്ടുണ്ട് TDP അയാളെ പഴയ യാത്രയില്, ആ യാത്രയിലൊക്കെ റോഡ് സൈഡിലൊക്കെ തന്നെ കിടന്നുറങ്ങി, അവിടുന്ന് തന്നെ കുളിച്ച്, അവിടുന്നൊക്കെ അതെ. അങ്ങനെ ഒരു യാത്രയൊക്കെ നടത്തിയ ആളാന്ന് പറയുന്നത്. ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുടെ ആദ്യത്തെ യാത്ര NTR-ന്റെ യാത്രയാണ്. യാത്രയാണ് അത് ഒരു മറ്റേ എന്തോ ഒരു ഭയങ്കര ഒരു രഥമാണ്. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു കാറ് കൺവേർട്ടഡ് ഇൻറ്റു രഥം, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അല്ലാണ്ട് ഇപ്പോഴത്തെ മാരത്തെ വലിയ മോളിൽ ഇങ്ങനെ അത് സാധനമൊന്നുമില്ല. സാധാ അന്ന് NTR ആ യാത്ര ചെയ്യുമ്പോ ഈ ഈനാടു പത്രത്തിന്റെ ഒരു ടീം, 2 ഫോട്ടോഗ്രാഫേഴ്സ്, 2 റിപ്പോർട്ടേഴ്സ്, പിന്നെ അവര് 2 വാഹനങ്ങളിലായിട്ട് NTR എവിടെയൊക്കെ പോകുന്നു അവരും പോയി. എന്നിട്ട് ഇയാളുടെ ഈ ക്രൗഡ് അടക്കമുള്ള ഫോട്ടോ എടുത്തിട്ട്, അന്ന് ഫാക്സ് ആണ്, ഈനാടുവിന്റെ ഓഫീസിലേക്ക് ഫാക്സ് ചെയ്ത് അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. മാറ്ററൊക്കെ അവിടെ എല്ലാം റെഡിയാക്കിയിട്ട് ഈ റിപ്പോർട്ടും ഫോട്ടോഗ്രാഫ്സ് എത്തിക്കഴിഞ്ഞാൽ ഫ്രണ്ട് പേജിൽ എത്ര ഇതായിരുന്നു അതിലും 10 ഇരട്ടി ഭയങ്കരമായിട്ട് അവരത് കവർ ചെയ്തിട്ട്, അങ്ങനെ ഈ നാടുവിനും വലിയൊരു പങ്കുണ്ടായിരുന്നു NTR-ന്റെ ആ ഒരു വിജയത്തിന്റെ പിന്നിൽ. കാരണം അങ്ങനെ ഒരു സംഭവമാക്കി മാറ്റിയവര്. അതിൽ നമ്മളിപ്പോ ഈ അടുത്ത് മരിച്ച രാമോജി റാവു ആണ് അതിന്റെയൊക്കെ ബ്രെയിൻ. ഇൻഫാക്ട് NTR-ന്റെ യാത്രയുടെ ബ്രെയിൻ തന്നെ, NTR-നെ തന്നെ പൊളിറ്റിക്സ് കൊണ്ടുവരാൻ അദ്ദേഹമാണ് കാരണം എന്ന് പറയുന്നത്. കാരണം ഈ തെലുഗു ഗൗരവം എന്നൊന്നും NTR-ന് ഓടിയിട്ടൊന്നുമില്ല. ഇങ്ങേരാണ് അതിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് കണ്ടിട്ട് അത് ഇതാക്കിയത്. പിന്നെ അങ്ങേർക്കും അതിന് പേഴ്സണലായി ഗുണമുണ്ടായി. കാരണം ഈനാടു പത്രം ഇതിന്റെ കൂടെ തന്നെ നമ്പർ 1 സ്ഥാനത്തേക്ക് ഉയർന്നു ഈ ഒരു ഇത് വന്നതോടുകൂടി. അപ്പൊ അങ്ങനെയൊക്കെ ഇതായിട്ട് പിന്നെ വരുന്നത് മൂപ്പര് ഈ 94-ല് TDP തിരിച്ച് അധികാരത്തിൽ വരികയാണ്. അപ്പോ 89 മുതൽ 94 വരെ അവര് പവറിലുണ്ടായിരുന്നില്ല. പിന്നീട് തിരിച്ചു വന്നു. 94-ല് തിരിച്ചു വന്ന ശേഷം ഈ NTR അപ്പോഴേക്കുമാണ് ലക്ഷ്മി പാർവതി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിച്ചു എന്നൊക്കെ പറയുന്നത്. വിവാഹം കഴിച്ചു എന്ന് തോന്നുന്നു. എന്തായാലും അവര് പാർട്ടി കാര്യങ്ങളിൽ കൈയടത്താൻ തുടങ്ങിയതോടെ ചന്ദ്രബാബു നായിഡു വളരെ ക്ലവറായിട്ട് പ്ലാൻ ചെയ്തൊരു ഓപ്പറേഷനിൽ ഒരു സുപ്രഭാതത്തിൽ NT രാമറാവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് അദ്ദേഹം ചീഫ് മിനിസ്റ്ററായി. 95-ല് ചീഫ് മിനിസ്റ്ററായി. അപ്പൊ ശരിക്കും ആദ്യം മുഖ്യമന്ത്രി ആയ ശേഷം ഇപ്പൊ എത്രയായി? 39 കൊല്ലം അല്ലെ? 39-ാമത്തെ കൊല്ലാണ്. 39-ാമത്തെ കൊല്ലം വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് അങ്ങനെ സ്വയറിംഗ് ഇൻ സെറമണി നടന്നു. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ലോഞ്ചിവിറ്റി കണ്ടോ? ദീർഘകാലം ഇതിൽ നിന്നിട്ട് യാതൊരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെ ഉണ്ട്.
ഇപ്പൊ 74 വയസ്സായി. യാതൊരു പ്രശ്നമില്ല. ചെറിയ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും പോലെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അല്ലാണ്ട് ഒരു മൂപ്പരുടെ ആ രാഷ്ട്രീയ പഴയ ഒരു ഇതിനും രാഷ്ട്രീയ ആ ചാണക്യൻ തന്നെയാണ് അപ്പോ, അല്ലേ? തീർച്ചയായിട്ടും അതെ. അതെ, കാൽക്കുലേഷൻസിന്റെ ഒരു തീർച്ചയായിട്ടും അതെ. കളിക്കാൻ നല്ലവണ്ണം അതെ, അറിയുന്ന. അതെ. പിന്നെ മൂപ്പർ ആ മുഖ്യമന്ത്രി ആയ മുതൽ മൂപ്പരാണ് ശരിക്കും ഇന്ത്യയിലെ, ഇപ്പൊ ബാക്കി പലരും ക്രെഡിറ്റ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും ശരിക്ക് ഈ ഇൻഫർമേഷൻ ടെക്നോളജി IT IT ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ സൈബറാബാദ് നിർമ്മിക്കാനും അതൊക്കെ ചെയ്ത് അങ്ങേരുടെ ആദ്യത്തെ ടേമിലാണ്. അപ്പൊ അങ്ങേര് ഒരു CEO സ്റ്റൈലിലായിരുന്നു അങ്ങേരുടെ ഭരണം. അപ്പോ എല്ലാം ഈ NTRന്റെ ഇപ്പുറത്തിരുന്ന് മനസ്സിലാക്കി റിസ്ക് എടുത്ത് ഇയാളെ ഭാഗ്യത്തിന് ഫാമിലിയും ഇയാളുടെ ഒപ്പമായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോ മക്കളോ വല്ലവരും അടഞ്ഞിരുന്നെങ്കിൽ അതെ 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 ഒരു പ്രശ്നമായി. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് ഫാമിലിയും എല്ലാ MLA-മാരും ഒക്കെ ഇയാൾ കൂടെ നിർത്തിയിട്ടാണ് മൂപ്പര് സ്ട്രൈക്ക് ചെയ്തത്. അപ്പോഴാണ് അത് അധികാരം കൈ കിട്ടുന്നത്. അങ്ങനെ അങ്ങനെ ഒരു ഭയങ്കര, പിന്നെ മീഡിയ നന്നായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ അറിയാം അങ്ങേർക്ക്. പത്രക്കാരെ വേണ്ട മാതിരി സൂചിപ്പിക്കാൻ അറിയാം. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതിന്റെ 10 ഇരട്ടിയായിട്ട് പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കും. അത് ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്. വെറും ഈ തെലുഗു പേപ്പറിൽ വന്നിട്ട് കാര്യമില്ല, ഇംഗ്ലീഷ് പത്രങ്ങളിലും പിന്നെ പ്രത്യേകിച്ച് ബിസിനസ് ഡെയിലീസിൽ ന്യൂസ് വന്നാലേ നമുക്ക് ഒരു വെയിറ്റ് ഉള്ളൂ എന്നുണ്ട്. കാരണം അത് അങ്ങേർക്ക് പിന്നീട് ഫോറിനിലൊക്കെയും ഈ എന്താ പറയാ, ചന്ദ്രബാബു നായിഡു ഒരു വലിയൊരു ഫിഗറായി. ഇന്ത്യയിലെ ഭയങ്കര പൊളിറ്റീഷ്യൻ, ബിസിനസ് സാവി, ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ പത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ കാണാം. അതൊക്കെ വല്ലാണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറ്റി ആർട്ടിക്കിൾ ആയത് പലതും എനിക്ക് തോന്നുന്നു പൈസ കൊടുത്ത് എഴുതിച്ചിട്ടുള്ളതും ആണ് ഈ സത്യം പറയുകയാണെങ്കിൽ. IT ഫീൽഡിനെ മൂപ്പർ അങ്ങോട്ട് ബൂം ചെയ്ത് വല്ലാതെ ഇത് ചെയ്തിരുന്നല്ലോ അതെ അവിടെ. അതെ അതിന് സാധിച്ചിരുന്നു. അതെ. പിന്നെ മൂപ്പര് വേറൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചന്ദ്രബാബു നായിഡുവിന്റെ 99 ഇങ്ങേര് യുണൈറ്റഡ് ഫ്രണ്ട്, ഈ കോൺഗ്രസിനെതിരെ ഒരു മന്ത്രിസഭ ഉണ്ടാക്കിയില്ലേ. അപ്പൊ അന്ന് എപ്പോഴാണത്, അല്ല സോറി 96 മുതൽ 98 വരെ UPA കൺവീനർ ആയിരുന്നു ഇയാള്. അതായത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്, അന്നത്തെ ജനതാദളും എല്ലാവരും കൂടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സാധനത്തിന്റെ കൺവീനർ ആയിരുന്നു. 99 മുതൽ 2004 വരെ വാജ്പേയി ഭരിക്കുമ്പോൾ NDA കൺവീനർ ആയിരുന്നു. കൺവീനർ ശരിക്കും എല്ലാവരും കൂടെ കൊണ്ടുപോകേണ്ട ആളാണ്. പക്ഷെ ആ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് വാജ്പേയി പിന്നെ തറോ ജെന്റിൽമാൻ ആയതുകൊണ്ട് ഇങ്ങനെ കുറെ സഹിച്ചു. കിട്ടാവുന്ന സംഗതികൾ മുഴുവൻ ആന്ധ്രയ്ക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി അങ്ങനെ എന്ത് നീക്കം വേണമെങ്കിൽ നടത്തും, പ്രഷർ ടാക്ടിക്സ് ഉപയോഗിച്ചിട്ട്. അതെ, സമയത്ത് വല്ലാതെ അന്ന് പക്ഷെ ചെയ്തത് ഇപ്രാവശ്യം കഴിഞ്ഞ അതിനുശേഷം പിന്നീട് ഈ 2014 മോദി അധികാരത്തിൽ വന്നിട്ട് എനിക്ക് അതിന്റെ ഒരു പരിപാടികളും ചെയ്യാൻ പറ്റിയില്ല. അത് എന്താ പറയാ, അത് ഇത് റേ എന്ന് പറഞ്ഞ മാതിരി സംഭവം മാറിപ്പോയി. പക്ഷെ എന്നാലും അന്ന് അങ്ങേര് ശരിക്ക് ആ ഒരു കിങ് മേക്കർ എന്നുള്ള ആ റോള് ശരിക്കും സീരിയസ് ആയിട്ട് എടുത്ത് അങ്ങേര് വേണ്ടതെല്ലാം ആന്ധ്രാപ്രദേശിന് ഇതാക്കി. പിന്നീട് അതുപോലെ അങ്ങേരെ ഈ എന്താ പറയാ, അതിലിടയ്ക്ക് ആന്ധ്ര വിഭജിച്ചു. പിന്നെ ഇതിൽ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഈ 2004 ഇങ്ങേർക്ക് ഒരു അടി പറ്റുന്നു. YSRനോട് ഇയാൾ ഇലക്ഷൻ തോൽക്കുന്നത്. അതിന് കാരണമായിട്ട് പറഞ്ഞത് ഈ ഇങ്ങനെ ഭയങ്കര CEO കളിച്ചിട്ടും IT കമ്പനികളും ഭയങ്കര വലിയ വലിയ കെട്ടിടങ്ങളും ഭയങ്കര സൂട്ടും കോട്ടും ഇട്ട ആൾക്കാരൊക്കെ ജോലിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരന് ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല. പാവപ്പെട്ടവനോട് മറന്നുപോയി. അത് അവര് ശരിക്കും തിരിച്ചു കൊടുത്തു. ആ 2004 പോയ അധികാരം പിന്നീട് തിരിച്ചു എടുക്കുന്നത് 2014. അതിലിടയ്ക്ക് ആന്ധ്രാപ്രദേശിന്റെ വിഭജനവും കഴിഞ്ഞു. അപ്പൊ ഇങ്ങേരുടെ തിരിച്ചു വന്നിട്ടും ആ പഴയ ആന്ധ്രാപ്രദേശ് അല്ല, ആന്ധ്രാപ്രദേശിന്റെ ഒരു കഷ്ടം. അപ്പോ മുമ്പുണ്ടായിരുന്ന MP-മാരുടെ എണ്ണം കുറഞ്ഞു, ഇപ്പൊ 25 ഉള്ളൂ. മറ്റേത് വലിയൊരു സംസ്ഥാനത്തിന്റെ ഒരു ഭയങ്കര പവർഫുൾ ഭരണാധികാരി എന്നുള്ള അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് ഇയാള് അങ്ങനെ 2004 അത് പോയിട്ട് പിന്നെ 2014, അതായത് YSRന്റെ സമയത്ത് ഇങ്ങനെ ടോട്ടലി സൈഡ് ലൈൻഡ് ആയിപ്പോയി. പിന്നെ അതിനുശേഷം മറ്റേ YSR മരിച്ചു, ജഗൻ റെഡ്ഡിക്ക് അവര് കോൺഗ്രസ് ചീഫ് മിനിസ്റ്റർഷിപ്പ് പോകണമെന്ന് പറഞ്ഞപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വേറെ ആരൊക്കെയോ ആൾക്കാർ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായി. നമുക്ക് അവരൊന്നും പേര് പോലും ഓർമ്മ ഉണ്ടാവില്ല. കിരൺ റെഡ്ഡി എന്നൊക്കെ പറഞ്ഞ കക്ഷികളൊക്കെ, അയാളൊക്കെ പിന്നീട് വേറെ പാർട്ടിയൊക്കെ വിട്ടു. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പൊ ഇയാളിങ്ങനെ കാത്തിരുന്നിട്ട് 2014 തിരിച്ച് അധികാരത്തിൽ വരുന്നത്. 2014 അധികാരത്തിൽ വന്ന് അപ്പോഴാണ് ഇങ്ങേരുടെ അമരാവതി എന്നുള്ള സ്വപ്നം, ഒരു ക്യാപിറ്റൽ സിറ്റി. അപ്പൊ സ്പെഷ്യൽ പാക്കേജ്. അപ്പൊ അമരാവതിക്ക് തറക്കല്ലിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചു. ഭയങ്കര ഫംഗ്ഷൻ.
എന്നുവെച്ചാൽ ആന്ധ്രാപ്രദേശ് ഈ അമരാവതി എന്ന് പറയുന്ന സ്ഥലം ശരിക്ക് ഗുണ്ടൂറിന്റെയും വിജയവാഡയുടെയും ഇടയിലാണ്. ആ അവിടുത്തെ ആൾക്കാരൊന്നും അതുവരെ കാണാത്ത പോലത്തെ ഒരു ഫംഗ്ഷൻ ഫുൾ മീഡിയ കവറേജ് ഒക്കെ ആയിട്ട് നടത്തി. പിന്നെയാണ് ഇങ്ങേര് ഈ സ്പെഷ്യൽ പാക്കേജ് എന്നിട്ട് ഇങ്ങേര് നടക്കാൻ തുടങ്ങിയത്. സ്പെഷ്യൽ പാക്കേജ് അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങേർക്ക് കിട്ടിയില്ല. പിന്നെ ഇങ്ങേര് NDA വിട്ടു. NDA വിട്ടിട്ട് പിന്നെ മൂപ്പര് വളരെ മോശം ബന്ധമായിരുന്നു BJP ആയിട്ട്. അങ്ങനെ ഒരു ഇതിലാണ് സംഭവം നടക്കുന്നത്. പിന്നെ ഈ എന്താ പറയാ, അപ്പൊ ഇതൊക്കെയാണ് ഇങ്ങേരുടെ ഒരു ചുരുക്കം. പിന്നെ ഇങ്ങേര് ഇലക്ഷൻ ജയിച്ച കാര്യങ്ങളെ പറ്റി ഞാൻ മസൂനും പറഞ്ഞിട്ട് പറയാം. കാരണം കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങേരുടെ ഇപ്രാവശ്യത്തെ ജയം എങ്ങനെ അങ്ങേര് പ്ലാൻ ചെയ്തു എന്നുള്ള ഞാൻ പിന്നീട് താങ്കൾ പറഞ്ഞ ശേഷം ഞാൻ പറയാം. അത് കുറച്ച് കാര്യങ്ങളുണ്ട്. തുടർന്നോളൂ, ആണോ? നമുക്ക് ഡിസ്കസ് ചെയ്ത് അങ്ങനെ പോവാം. ഓ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങേരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇങ്ങേര് ഇപ്രാവശ്യം ജയിച്ചിട്ടുള്ള സംഗതി, ഈ ഇങ്ങേര് ശരിക്കും ഇലക്ഷൻ തോറ്റ, അതായത് 2014 പോയി 2019 അധികാരം പോകുന്നത്. 2019 കഴിഞ്ഞ് ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഇങ്ങേര് തിരിച്ചുവരവിന് വേണ്ടിയുള്ള എല്ലാ പ്ലാനും റെഡിയാക്കാൻ തുടങ്ങി, ഇങ്ങേരെ വിശ്വസ്തരുടെ കൂടെ ഇരുന്നിട്ട്. അപ്പൊ അങ്ങേര് അതിൽ തീരുമാനിച്ച എന്താ വെച്ചാല്, ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാതെ ഫ്രീബീസ് ഒന്നും കൊടുക്കാതെ ഇനി പൊളിറ്റിക്സിന് മുന്നോട്ട് പോകാൻ പറ്റില്ല ആന്ധ്ര പോലത്തെ ഒരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് ജഗൻ വാരിക്കോരി നൽകുന്നുണ്ട്. പക്ഷെ ഇങ്ങേര് എന്താ തീരുമാനിച്ചു വെച്ചാൽ, ഇങ്ങേര് അത് വളരെ ഈ എന്തെങ്കിലും ഒരു സോപ്പ്, അതായത് കുറച്ച് പൈസ കൊടുത്തിട്ട് എല്ലാവർക്കും സന്തോഷമാവുമെന്ന് വിചാരിക്കുന്നതിന് പകരം ഓരോ ജനവിഭാഗങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് യോജിച്ച തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് അങ്ങേരുടെ. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അധികാരത്തിലേറി എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയോ മറ്റോ അവിടെ ഒരു ഭയങ്കര ഒരു ഹൗസ് ഹോൾഡ്, അതായത് ഓരോ വീടുകളിലും കയറിയുള്ള സർവേ നടത്താൻ പോവാണ്. ഓരോ വീടുകളിലും സർവേ നടത്തിയിട്ട് അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് എന്താണ് അവരുടെ പ്രശ്നം, ഏത് സ്കീമാണ് അവർക്ക് ഗുണകരമായി ഭവിക്കുന്നത്, ഏത് സ്കീമിലാണ് അവർക്ക് ഈ ഗവൺമെന്റ് അധികാരികളുടെ ഇടയിൽ നിന്നിട്ട് പൈസ കിട്ടാതെ പോകുന്നത്. അപ്പൊ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സംഗതി. അത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ കയ്യിൽ ആന്ധ്രാപ്രദേശത്തെ ആൾക്കാരുടെ ജാതകം ഉണ്ടാവും. അങ്ങനത്തെ ഒരു സർവേ ആയിരിക്കും അത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ഓൾറെഡി ഒരു എന്താണ് സൂപ്പർ 5 സ്കീം എന്നിട്ട് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം 5 സ്കീം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതിലൊന്ന് സ്ത്രീകൾക്ക്, ഇപ്പൊ നമ്മളെ തമിഴ്നാട്ടിലത്തെ സ്റ്റാലിന്റെ ബുക്ക് എന്നൊരു സാധനം എടുത്തിട്ട് സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യം. പിന്നെ വേറൊരു സംഗതി, ഈ മറ്റേ എന്താ പറയാ, വിധവകൾക്കും അതാണ് ഒരു വലിയ സൗജന്യം. ഈ സൗജന്യം കൊടുക്കുന്നത് അത് വല്ലാത്തൊരു, അത് കോടതി മുഖേന ആരെങ്കിലും അത് അതിന്റെ നിയമം കൊണ്ടുവന്നിട്ടോ അതിനൊന്ന് നിർത്തണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. എല്ലാ സ്റ്റേറ്റുകളും ഇതിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു താൽക്കാലിക ഒരു ജയത്തിന് വേണ്ടിയോ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയോ അതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ ജയലളിത ഒക്കെ പണ്ട് കണ്ടിട്ടില്ലായിരുന്നോ? നിങ്ങളെ പിന്നെ തമിഴ്നാട്ടിലെ കംപ്ലീറ്റ് ഫാനിന്റെ മേലെ അവന്റെ ഫോട്ടാണ്, മറ്റേ ടേബിൾ ടോപ്പ് ഗ്രൈൻഡറിന്റെ മേലെ അവന്റെ ഫോട്ടാണ്, എന്ത് വാങ്ങിയാലും ഫോട്ടോ, എവിടെ റേഷൻ പിടിയാലും പോയാലും. കരുണാനിധി തുടങ്ങിയതിനെ തുടർന്ന് അയമ വന്നപ്പോ അയമയും അതിനേക്കാളും ഒരു സ്റ്റെപ്പ് മുന്നോട്ടായി കരുണാനിധിയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോ മറ്റപ്പോ ഇയാള് വന്ന് ഇയാൾ അതിനെക്കാട്ടും എന്താ ചെയ്യാൻ പറ്റുക നോക്കിയിട്ട് ഇയാള് പോകുന്നു. ഇപ്പൊ കർണാടകയിൽ കണ്ടില്ലേ, ഇവിടെ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ആന്ധ്ര, ഇത് ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് ഇതിങ്ങനെ പകർന്ന് ഇന്ത്യ മുഴുവന് എല്ലാ സ്റ്റേറ്റുകളിലേക്കും ഇതങ്ങോട്ട് നീണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പിന്നെ രാജ്യത്തിന്റെ ആ ഒരു സ്റ്റെബിലിറ്റിക്ക് തന്നെ പിന്നെ വളരെ പ്രശ്നമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇയാളൊരു വിവരമില്ല മനുഷ്യൻ, അത് ചെയ്യാൻ പാടില്ല എന്നല്ലാണ്. കാരണം ഇയാൾ ബാക്കിയില്ല സ്ഥലത്തിലെ മുഖ്യമന്ത്രിമാരെക്കാട്ടൊക്കെ കുറച്ചൊരു കൂടി പിന്നെ എന്താ പറയണ്ട, ഒരു നല്ലൊരു ഭരണകർത്താവാണ് അയാൾ. ശരിക്കും അയാൾക്ക് നല്ല എല്ലാ സംഗതിയെ പറ്റിയിട്ട് നല്ല ഐഡിയയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനൊക്കെ നല്ല കഴിവില്ല ഒരാളാണ്. അയാളൊക്കെ ഇങ്ങനെയുള്ള ഒരു ഫ്രീ പരിപാടി ഇപ്പൊ ഡൽഹിയിലൊക്കെ കണ്ടില്ലേ, അവസാനം എന്താ വെള്ളം വരെ കിട്ടാതായി. അവസാനം പൈപ്പ് കിട്ടാതെ ഇപ്പൊ പൈപ്പിന്റെ ടാങ്കർ വരുമ്പോ അതിന്റെ കയ്യാല് ബക്കറ്റിലും വെച്ചിട്ട് ഓടുകയാണ് പാവങ്ങള്. അങ്ങനത്തെ ലോറിന്റെ മേലെ കയറിയിട്ടും എന്തൊക്കെയോ ചെയ്യാണ്. അവിടെ ഒന്നും വെള്ളം കിട്ടാത്ത ഗതികേടിലേക്ക് എത്തിച്ച ആ സ്റ്റേറ്റിനെ. അപ്പൊ അതേമാതിരി തന്നെ ഈ ആന്ധ്ര പോലത്തെ സ്റ്റേറ്റ് ഒക്കെ അത്യാവശ്യം ഇപ്പൊ എല്ലാം സഫീഷ്യന്റ് ആണ്. അവിടെ വലിയൊരു തകരാറൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ കൃഷിയൊക്കെ ഉണ്ട്, അത്യാവശ്യം അരി, നല്ല അരി,
എല്ലാ അതെ. ഇന്ത്യയിൽ തന്നെ എല്ലാ സ്ഥലത്തേക്കും അരി പോകുന്ന ഒരു ഭാഗം അതാണ്. മറ്റൊരു ഭാഗം കൽക്കത്ത അവിടുന്നൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ ഒരു ഈ ഒരു ഭാഗം ഇതിന്ന് അരി പോകുന്ന നല്ലൊരു സൗത്തിന്റെ മെയിൻ അരിയുടെ ഒരു സോഴ്സ് അവിടുന്ന് തന്നെയാണ്. ഇപ്പൊ കർണാടകയിലൊന്നും എക്സ്പോർട്ടും ഇല്ലല്ലോ. ഉണ്ട് അവിടുത്തെ. ഏതാ എക്സ്പോർട്ടും പോകുന്നുണ്ട്. എക്സ്പോർട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ ഒരു അരിന്റെ ഒരു ഹബ്ബായി മാറിക്കഴിഞ്ഞ പിന്നെ അതേമാതിരി പല അതെ. സാധനം മുളക് ഉം. മുളക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അതെ, എന്തൊക്കെയോ അതെ. മുളക്, ഗുണ്ടൂർ ചില്ലി. ചില്ലി, അങ്ങനെ ചുവന്ന മുളക്, വെള്ളിക മുളക്, മറ്റേ മുളക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മുളകുകളുടെ അതെ. സ്ഥലമാണ്. പല ജാതി മാങ്ങകൾ, അങ്ങനെ പല നല്ല കൃഷിയുടെ ഒക്കെ അഗ്രികൾച്ചറിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഈ ആന്ധ്ര. അപ്പൊ അതിനെയൊക്കെ അതെ. ഈ കൊടുത്ത് ഏതെങ്കിലും പിള്ളേർക്ക് കുറച്ച് സൈക്കിളോ വല്ല കമ്പ്യൂട്ടറോ എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ ഉം. പോട്ടെ ശരിയ. ഈ ബസ് അതെ. ഫ്രീ, അതേമാതിരി അരി ഫ്രീ, അങ്ങനെ ഈ ആണുങ്ങളെ വീട്ടിലിരുത്തുന്ന പരിപാടിയാണ്. ഉം. ഇത് അതെ. വീട്ടിലേക്ക് അരിയും കിട്ടി, കുറച്ച് സാധനം കിട്ടി, പുളിയും മുളകും കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അത് തിന്ന് വീട്ടിലിരുന്നാൽ മതിയല്ലോ. പണിക്ക് പോകണമെന്ന് വലിയ ടിവിയും കാണാം, അല്ലെങ്കിൽ മറ്റേ മൊബൈലിൽ നോക്കിയിരിക്കാം. മൊബൈലിൽ നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് വെറ്റില തേക്കുന്ന മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇങ്ങനെ കളിച്ചിരുന്നാ പോരെ. അതെ. അപ്പൊ അതൊരു ശരിയാണ്. ഇയാളെ പോലെയുള്ള ഒരു കുറച്ച് വിവരമുള്ള ഒരു മുഖ്യമന്ത്രിയൊന്നും അത് ചെയ്യരുത്. അതൊരു വിവരക്കേടാണ് എന്നുള്ളത് ഇതിന്റെ ഒരു തീരുമാനമാണ്. അതില് നിങ്ങളെന്താ അതെ. പറയുക? അതില് പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ പക്ഷെ അവിടെയും ഒരു സാമർത്ഥ്യം കാണിക്കുന്നുണ്ട്. അതായത് അതുകൊണ്ട് ആന്ധ്രയ്ക്ക് ഒരു പ്രശ്നം വരില്ല. എന്താ കാരണം വെച്ചാല് ബാക്കിയുള്ളവർക്കും കണ്ടു പഠിക്കാവുന്ന ഒരു സംഗതിയാണ്. ഈ മറ്റേ എന്താണ് ടാക്സ് ടു GDP റേഷ്യോ ഉണ്ട്, അത് 1% ഇപ്പോൾ. ഇങ്ങേര് റെഡിയാക്കി വെച്ചിട്ടുള്ള ഇത് പ്രകാരം അത് 1.5% ആക്കും. അപ്പൊ ആ ഒരു 0.5 ആ കിട്ടുന്ന സാധനം കൊണ്ട് ഇതൊക്കെ കവർ ചെയ്യും. പക്ഷെ പിന്നെ ഇത് കൂടാതെ അവിടെ ഒന്നും അല്ല, സംഭവിക്കില്ല. സെൻട്രൽ പാക്കേജിൽ നിന്ന് ഇയാൾക്ക് കുറച്ച് വലിയ സംഖ്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി എളുപ്പമാവും. പക്ഷെ ഈ GDP പറയുന്നത് ഈ 1.5% എന്ന് പറയുന്നത് ജനങ്ങളുടെ അടുത്ത് കിട്ടുന്നത് തന്നെയാണല്ലോ. അതെ. അപ്പൊ മറ്റൊരു വിഭാഗം ജനത്തിന്റെ അടുത്ത് 1.5% പോവുകയല്ലേ. അതെ, അല്ല ശരിയാണ്. പക്ഷെ അത് കുറച്ചുകൂടി അവരുടെ ബജറ്റ് വരുമ്പോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് വരും. എന്റെ അടുത്തുനിന്ന് വാങ്ങി. എന്നാലും ഞാൻ പറഞ്ഞാല് ഒരു പ്ലാനും ചെയ്യാണ്ട് ഇയാൾ ചാടി വീണല്ല. അയാൾക്ക് അറിയാം ഇതിന്റെ പ്രശ്നങ്ങൾ എന്താന്ന് അറിയുന്ന ഒരാൾ തന്നെ അത് എങ്ങനെ കൗണ്ടർ ചെയ്യണം എന്നുള്ളതും കൂടി അങ്ങേരുടെ ആ ഒരു സ്ട്രാറ്റജിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാണ്. ഞാനും ഈ പറഞ്ഞ മാതിരി ഫ്രീ ബീസിനോട് കംപ്ലീറ്റ് എഗൻസ്റ്റ് ആണ്. കാരണം ജോലി അവസരം കൊടുക്കുക വേണ്ടത്, അല്ലാണ്ട് ഫ്രീ ഒന്നും കൊടുക്കരുത് എന്ന അഭിപ്രായമാണ് എനിക്കും. അതിനൊക്കെ ശരിക്ക് കോടതിയിൽ കുറച്ച് ആരെങ്കിലും വളരെ ഇതായിട്ട് കോടതി പോണം, സുപ്രീം കോടതി വരെങ്കിലും പോയിട്ട് അതിനെതിരെ. കാരണം ഇപ്പൊ അത് നരേന്ദ്രമോദിക്കൊന്നും ചെയ്യാൻ പറ്റൂല. കാരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിലുള്ള കുറെ ആൾക്കാർ അതിനെ എതിർക്കുകയായി. അപ്പൊ അത് രാഷ്ട്രീയപരമായിട്ട് വോട്ട് കിട്ടാൻ ഇല്ല, വോട്ട് പൂജ്യമായി കിട്ടുന്ന പരിപാടി ആയതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റും മിണ്ടാതിരിക്കേണ്ടി വരും. അതുകൊണ്ട് ശരിയാണ്. അതുകൊണ്ട് എന്തായാലും കോടതികൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഏതെങ്കിലും സുപ്രീം കോടതിയിലൊക്കെ ആരെങ്കിലും കുറച്ച് ബുദ്ധിയില്ല ഇവരിൽ ആരെങ്കിലും പോയിട്ട് അതിനെതിരെ ഒന്ന് ഫൈറ്റ് ചെയ്യണം. ഈ എല്ലാ സ്റ്റേറ്റുകളിലുള്ള ഈ ഫ്രീ കൊടുക്കുന്ന പരിപാടികൾ നിർത്തണം. ഇതിപ്പോ ഇത് കണ്ടിട്ട് നമ്മളോട് ആരും എതിര് പറഞ്ഞ് ചീത്ത പറഞ്ഞാലും വേണ്ട, ഈ ഫ്രീ കൊടുക്കുന്ന പരിപാടി നിർത്തണം. അതാ ഞാൻ ഇപ്പൊ കേരളത്തിൽ കണ്ടില്ലേ, ഈ കേരളത്തില് പിന്നെ നമ്മളെ പിണറായി വിജയൻ ഇപ്പൊ ഇത് കൊടുക്കാൻ പറ്റാണ്ടായി. നമ്മളെ മുഖ്യമന്ത്രിക്ക് ഇപ്രാവശ്യം സഞ്ചിയിൽ മറ്റേ സഞ്ചി വരെ വാങ്ങാനില്ല പൈസ ഇല്ലാണ്ടായി. അത് വാങ്ങാൻ ആയതുകൊണ്ടാണ് അയാൾക്ക് ഇത്രയും അയാൾ എന്ത് വേണ്ടാത്തരം ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സംഗതിയായിരുന്നു. ഈ കുറച്ച് സഞ്ചി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെൻഷൻ വരെ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി. അതുകൊണ്ടാണ് അയാൾ അവിടെ പിന്നെ വേണ്ടാത്ത പെൻഷനൊക്കെ നാട്ടുകാരോട് പറഞ്ഞെന്ന് പിടിച്ചോന്ന് ഒന്നും കൊടുക്കാൻ പറ്റാതെ അവസാനം നല്ലൊരു ശമ്പളം കൊടുക്കാനില്ല, ശമ്പളം കൊടുക്കാനില്ല, തോൽവി ഏറ്റു വാങ്ങേണ്ടി വന്നു. എന്നിട്ട് ഇന്നിപ്പോ നമ്മള് കേരളത്തിലേക്ക് പോകണ്ട, അതിനെക്കൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കഥ. ഇന്നിപ്പോ ജയരാജന്റെ ഒരു ഇതൊക്കെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, കാണണ്ടിയിരുന്നു. ആ ഒരു ക്യാപ്സ്യൂൾ മുപ്പര് ഇങ്ങനെ ഒരു ഗുളിക ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എല്ലാവരും നമ്മളെ കൊണ്ടൊക്കെ കഴിപ്പിക്കുകയാണ്. ഞാൻ എന്നിട്ട് അതിന്റെ അടിയിൽ അയാൾ പറയുന്നതിന്റെ അടിയിൽ ഇങ്ങനെ എഴുതുകയും ചെയ്തതിന്, ഏതായാലും ചളിയിൽ വീണിട്ട് ഉരുണ്ടിട്ട് കംപ്ലീറ്റ് മേലൊക്കെ ചളിയായിട്ട് നിൽക്കുകയാണ്, തല മാത്രം ബാക്കിയുണ്ട്, ഇനി അതും കൂടി അതിലിട്ടിട്ട് ഇങ്ങനെ ഉരുട്ടി ഇങ്ങോട്ട് എടുക്കണ്ട, നിർത്തു മോനെ, നിർത്തി എണീച്ച് പോടോന്ന് പറഞ്ഞു. ജയരാജന്റെ വക ഒരു വിവരണത്തിൽ ഏതായാലും വീണ്, പിന്നെ മുണ്ടാണ്ടിരുന്നാ പോലെ. കുറെ കടലാസായിട്ട് വന്നിരുന്നിട്ട് മൂപ്പർ ഇങ്ങനെ ഭയങ്കര
ആക്ഷനിൽ ഇങ്ങനെ പറയുക. അപ്പൊ അതേമാതിരി ഇന്ന ഗതികേടിലേക്ക് വീണ്ടും ഈ ഓരോ സംസ്ഥാനങ്ങളും പെടും. നമ്മുടെ കർണാടക പെടാൻ പോവുകയാണ്. പെട്ടുകൊണ്ട് അതെ 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 ലോക്കലായി. കർണാടകത്തിന്റെ വളരെ മോശം തന്നെയാണ്. ഇപ്പൊ കറണ്ടൊക്കെ ഞാനിവിടെ തമിഴ്നാട്ടിലും പ്രശ്നങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ പിന്നെ അത് കുറെ ഇങ്ങനെ മൂടി വെച്ച് ഇങ്ങനെ ഏതൊരു ദിവസം അത് പ്രശ്നമായി വരും. സാധാരണക്കാര് ഇപ്പൊ അത്യാവശ്യം പാന്റ് ഷർട്ട് കുളിച്ചിട്ട് ഇങ്ങനെ പോകുന്ന നമ്മളെ വേരത്തെ ആൾക്കാർക്കൊക്കെ ഇപ്പൊ 500 പണ്ട് കറണ്ടിന്റെ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 1000 ആണ്. കാരണം നമ്മൾ 1000 കൊടുത്തിട്ട് മറ്റോ 500 വെറുതെ കൊടുക്കുക. കാരണം ഈ പൈസ ടാലി ആവണ്ടേ, പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ. ബസ്സിൽ സ്ത്രീകൾ ഇങ്ങനെ കയറിയിട്ട് ആധാർ കാർഡ് കാണിക്കുകയാണ്, ഒന്നുമില്ല വേറെ. ആധാർ കാർഡ് കാണിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് എങ്ങോട്ട് വേണമെങ്കിലും. കർണാടകയിൽ ഏത് ഭാഗത്തേക്ക് വേണം പോകാം. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമായ ഇല്ലാത്തൊരു സാധനത്തിന് അവിടെ കൊണ്ടുപോയിട്ട് ഈ വിവരമില്ലാതെ ചെയ്തിട്ട് നശിപ്പിക്കാതിരുന്നാൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനൊക്കെ എതിരെ കോടതി പോയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. നായിഡുവിന്റെ എനിക്ക് തോന്നുന്നത് ഈ മറ്റേ തമിഴ്നാട്ടിലെ പോലെ തന്നെ സിറ്റി മാത്രമേ ഉള്ളൂ. കർണാടക പോലെ സ്റ്റേറ്റ് മുഴുവൻ കൊടുത്തിട്ടില്ല. സിറ്റിയിൽ ജോലിക്ക് പോയി വരാൻ സ്ത്രീകൾക്ക് ഒരു സൗകര്യം, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല സ്റ്റേറ്റ് മുഴുവൻ ഉള്ള, കാരണം ആന്ധ്ര വളരെ വലിയൊരു സ്റ്റേറ്റ് അല്ലേ. അപ്പൊ അതിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഫ്രീ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബസ് മതിയാവില്ല. കർണാടകയിൽ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് മുന്നിൽ എവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടൂല. ഇപ്പൊ ബസ്സിൽ സ്ഥലം കിട്ടൂല. ബസ്സിൽ ഫുള്ള് സ്ത്രീകളെ തിക്കി പിടിച്ച് സാധാരണ ഇവിടുത്തെ സിറ്റി ബസ്സിലൊക്കെ സ്ഥിതി അതാ. സ്ത്രീകൾ വെറുതെ വീട്ടിലിരിക്കുമ്പോ പോയിക്കോളൂ. ഒന്ന് സിറ്റി വരെ ഒന്ന് പോയിട്ട് വരണം തോന്നിയാല് കാർഡ് കാണിച്ചാൽ മതിയല്ലോ. മറ്റ് ഇപ്പൊ ഞാന് ഇവിടുന്ന് പിന്നെ ഒന്ന് മെജസ്റ്റിക് വരെ എവിടെയും പോണെങ്കിൽ 22 റുപ്യ 25 റുപ്യ ഏറ്റവും കൊടുക്കണം. ഈ 25 ഇപ്പൊ ഞാൻ എന്റെ ഭാര്യനെ കൂട്ടി ഒന്ന് പോവുകയാണെങ്കിൽ 50 റുപ്യ. അപ്പൊ ഭാര്യക്ക് ആധാർ കാർഡ് കാണിച്ചാൽ മതി. ഇവിടുത്തെ ആധാർ കാർഡ് ആണെങ്കിൽ, ഇത് കർണാടക ആധാർ കാർഡ് ആവണതേ ഉള്ളൂ. അതൊന്ന് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ വോട്ടർ ID കാണിച്ചാൽ മതി. അപ്പൊ അയാൾ ഇങ്ങനെ ഷീറ്റ് അടിച്ച് ഇങ്ങനെ തരും. ടിക്കറ്റ് തരൂ, വെറുതെ കാണിക്കലല്ല, ടിക്കറ്റ് തരും. അപ്പൊ ആ ടിക്കറ്റ് വാങ്ങി വെച്ചിരുന്നാൽ മതി, കാർഡും ഒരു ടിക്കറ്റും അങ്ങനെ പോകാം. അപ്പൊ അങ്ങനെയല്ലേ ഒരു സംഗതിയൊക്കെ. അധ്വാനിക്കുന്ന ജനങ്ങൾക്ക് വെറുതെ 25 റുപ്യ 50 റുപ്യ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടത് നോക്കിയിട്ട് എന്നിട്ട് നമ്മൾ സ്റ്റേറ്റ് ഇങ്ങനെ നാറുകയാണേ. സ്റ്റേറ്റ് ഇങ്ങനെ താഴോട്ട് പോവുകയാണ്. ഇവരൊക്കെ നേതാവ് പറഞ്ഞ മാതിരി തന്നെയാണ്. 8500 ടക്കാന്ന് പറഞ്ഞ മാതിരി അത്. ഇന്നിപ്പോ കണ്ടോ ഹരിയാനയില്? എന്തേ? ഹരിയാനയിൽ പഴയ മറ്റേ കേന്ദ്രമന്ത്രി ഇല്ലേ, കുമാരി സെൽജ. സെൽജ വലിയൊരു ഭയങ്കര എയർ കണ്ടീഷൻ റൂമിൽ ഇരുന്നിട്ട് കോൺഗ്രസ് ഓഫീസിൽ ഇരുന്നിട്ട് മീറ്റിംഗ് നടത്താണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവര് അവിടെ അവരുടെ ലോക്കൽ ഓഫീസ് ബെയറേഴ്സ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ വഴി അവര് TV സ്ക്രീനിൽ ഡൽഹിയിൽ നിന്നോ വേറെ എവിടുന്നോ കോർഡിനേഷൻ കമ്മിറ്റി മീറ്റിംഗ് എന്താണ്. പുറമെ ഭയങ്കര ബഹളം. കുറച്ച് കഴിഞ്ഞപ്പോ ആൾക്കാർ അടിച്ചിട്ട് ചില്ലൊക്കെ പൊട്ടിച്ചിട്ട് ഉള്ളോട്ട് 8500 ചോദിക്കാൻ വന്ന ആൾക്കാരാ. വെരി ഗുഡ്. ജനങ്ങൾ പ്രതികരിക്കണം ഇതിലൊക്കെ. അതൊക്കെ കൂളായിട്ട്, നീ എന്തിനാ ബോധർ ചെയ്യുന്നത്, അത് പൊയ്ക്കോളും, അതൊക്കെ അവിടെ അവർ ഹാൻഡിൽ ചെയ്തോളും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൂളായിട്ടിരിക്കുക. ഈ കല്ലിങ്ങോട്ട് വന്നിട്ട് ഗ്ലാസ് പൊട്ടി ചതറിയിട്ട് ഉള്ളോട്ട് വന്നു. കാണേണ്ട കാഴ്ച. അതാണ് ജനങ്ങൾ പ്രതികരിച്ചു കൊടുക്കണം. ജനങ്ങൾ അല്ലെങ്കിൽ പൊട്ടന്മാരാകരുതല്ലോ. ഏതോ ഒരു സോറസും ഗീറസും വന്നിട്ട് ഇവിടെ ഇന്ത്യന്റെ ഇതിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ കിട്ടണോ? അത് നടത്തി ഓരോരുത്തരും കിട്ടണം. ഇനി രാഹുൽ ഗാന്ധി റോഡ് പോലെ ഇറങ്ങുമ്പോ ആണ് ബാക്കി വരിക. ഇനി ഇതേമാതിരി ഒരു യാത്ര നടത്തട്ടെ, ജനങ്ങൾ ചോദിക്കും. ജനങ്ങൾ ഇതൊന്നും വെറുതെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. വയനാട്ടിൽ രാജിവെച്ചു പോകും തോന്നുന്നു. അപ്പൊ ബാക്കി അറിയാം. സംശയമില്ലല്ലോ, സംശയമില്ല. അപ്പൊ അവിടെ എന്താ പറയാ, നമ്മളൊരു ഇത് കൊടുക്കുന്നതല്ലേ, ഒരു ഔദാര്യം കാണിക്കുന്നതല്ലേ. അങ്ങനെയൊക്കെ വരാം, എപ്പോ വേണേ നിൽക്കാം, എപ്പോ വേണേ രാജിവെക്കാം. അതിന് പകരം വരുന്ന ഏതൊക്കെ ശരിക്കുള്ള നേതാവ് ജയിക്കും ചെയ്യും. അതാണ് അതിന്റെ ഒരു തിയറി. കാരണം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പേടിച്ച് പോയിട്ടില്ല. ഇപ്രാവശ്യം പിന്നെ സൊറോസിന്റെ പൈസ അവിടെ കുറച്ച് ആൾക്കാരെ കയ്യിലുള്ളതുകൊണ്ട്. പക്ഷെ ചിലപ്പോ അവിടെ ഒരു അത്ഭുതം ഉണ്ടാവും മധു. ഈ ഉപതെരഞ്ഞെടുപ്പ് അവിടെ വന്നാണ്ടല്ലോ, അഥവാ ഇവൻ ആ മണ്ടത്തരം കാണിക്കുകയാണെങ്കിൽ അവിടെ പൊട്ടും ചിലപ്പോ. അവിടെ പൊട്ടും ഉപതെരഞ്ഞെടുപ്പ്. കാരണം ആൾക്കാർക്ക് മനസ്സിലായി ഈ എന്താ പറയാ കിട്ടാത്തവര് കൊടുക്കും പോയിട്ട്. അത് കേരളത്തിലെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. കാരണം അത് സ്ഥലം വേറെയാണ്. വയനാട് ആയതിനെക്കൊണ്ട് അവിടെ കംപ്ലീറ്റ് മുസ്ലിം വോട്ട് ആയതിനെക്കൊണ്ട് ഓരത് പിന്നെ എന്തായാലും രാഹുൽ ഗാന്ധിന്റെ കുടുംബക്കാർക്ക് എന്റെ കൊടുക്കൂലോ. അല്ലെങ്കിൽ ഇനിയിപ്പോ ചിലപ്പോ സിദ്ദിഖൊക്കെ ആയിരിക്കും നിൽക്കുകയാണെങ്കിൽ ആരും ജയിക്കുമല്ലോ. UDFന്റെ ആരും ജയിക്കുന്ന ഒരു സ്ഥലമാണല്ലോ.
അതൊക്കെ യാതൊരു സംശയമില്ല അതില്. ഏതായാലും ആ വൃത്തികേടുകൾക്കൊക്കെ ഒന്ന് കിട്ടണം. അതെ. ആ, പിന്നെ യാതൊരു സംശയമില്ല. ഭാഗം സംഭവിക്കും എന്തായാലും. നമുക്ക് കാത്തു നിക്ക. അയാൾ ഇറങ്ങട്ടെ, ഇനി ജോഡോ യാത്രയൊക്കെ ആയിട്ട് വരുമല്ലോ. അപ്പൊ ചാടാ ജോഡോ എന്നൊക്കെ പറഞ്ഞിട്ട് വരും, ഇങ്ങനെ ടക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇനി എവിടെയെങ്കിലൊക്കെ ജനങ്ങൾ എന്തൊക്കെയോ ഒന്നിപ്പോ ഓർഗനൈസറിൽ ഞാൻ ഇലക്ഷന്റെ പിറ്റേ ദിവസം ജൂൺ 5-ാം തീയതി ആ. ഈ സൊറോസും കമ്പനിയും ചെയ്തിട്ടുള്ള സംഗതികൾ നമ്മൾ അന്ന് ഒരു പ്രക്ഷേപണത്തിൽ പറഞ്ഞ സംഗതികൾ ആ. ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയ. ഓർഗനൈസറിൽ ജൂൺ 5-ാം തീയതി തന്നെ ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ മെയിൻ സ്റ്റോറി ആയിട്ട്. അപ്പൊ അതിലവർ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ പൈസ ഇറക്കിയിട്ട് ജയിച്ച അതിൽ. പക്ഷെ ഇലക്ഷനെ പറ്റി ആയി പറയുന്നില്ല. ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് പ്രിന്റ് ചെയ്ത ഇതാണ്. പക്ഷെ ഇങ്ങനെ വലിയ തോതിൽ ഈ ജോർജ് സൊറോസും പിന്നെ ഈ മാധ്യമ സുഹൃത്തുക്കളുടെ ഹെൽപ്പോട് കൂടി വലിയ തോതിൽ ഇന്ത്യൻ ഇലക്ഷനിൽ ഇടപെട്ടു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നോക്കാലോ. അയോധ്യയില് തോറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അയോധ്യയില് സോറസിനെ കൊണ്ടൊന്നല്ല. അവിടെ ചെറിയ പിന്നെ ഇയാൾക്ക് പറ്റിയ ചെറിയ കുഴപ്പം തന്നെയാണ്. ലോക്കൽ MP. എന്താ വെച്ചാല് അതുമല്ല, അവിടെ റോഡുകളൊക്കെ ചെറിയ ഇടവഴി മാതിരത്തെ റോഡുകളായി നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ ഈ ചെറിയ ഇടവഴി റോഡുകളായിരുന്നു. ഒരു ബസ്സിന് വരെ പോകാൻ കഴിയില്ല, ഒരു വാനൊക്കെ പോയി. ഇന്നിപ്പോ അതല്ല. ഈ റോഡുകൾ കംപ്ലീറ്റ് അതിന്റെ 3 ഇരട്ടി വലുപ്പത്തിലേക്ക് പോയപ്പോ ഈ സൈഡിലൊക്കെ ജീവിച്ചിരുന്ന ലോക്കൽ ആൾക്കാർക്കൊക്കെ അവിടുന്ന് വീടുകളൊക്കെ ഒഴിഞ്ഞു പോകേണ്ടി വന്നു. പക്ഷെ അവർക്ക് വേണ്ട തരത്തിലുള്ള കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനെ പിന്നെ അത് വേണ്ട തരത്തിൽ ഇവർക്ക് പബ്ലിസിറ്റി ആക്കാൻ പറ്റാത്തൊരു കുഴപ്പമുണ്ട്. എല്ലാവർക്കും വേണ്ട തരത്തിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് കോൺഗ്രസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ മനോരമയിലും ഇതിലൊക്കെ, മനോരമ ന്യൂസിലൊക്കെ ഒരുപാട് പ്രാവശ്യം അത് എടുത്തു കാണിച്ചുകൊണ്ട് ഇതാ അവിടെ അയോധ്യയിൽ രാമന് മന്ദിരമായി, രാജകൊട്ടാരമായി, പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ ഇതാ റോഡിലേക്ക് വലിച്ചെറിയപ്പെടുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഭയങ്കര ന്യൂസൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ അതൊക്കെ ഒരു കാരണം, അത് വലിയൊരു കാരണം തന്നെയാണ്. അത് ഒരു ചെറിയൊരു സ്ഥലത്ത് മാത്രമല്ല റോഡിന് അങ്ങനെ വീതി കൂട്ടപ്പെട്ടിട്ടുള്ളത്. ഒരു വലിയൊരു ഏരിയ തന്നെ ആ ഒരു ചുറ്റുപാട് മുഴുവൻ വലിയ ബടാബന്ദർ റോഡുകളായി മാറുക ചെയ്തു. അപ്പൊ അതൊരു കാരണമാണ്. അവിടെ ഈ സോറസ് മാത്രമല്ല, ഒരു ചെറിയൊരു കാരണം. ബാക്കിയൊരു വലിയൊരു കാരണം ആണ്. ജനങ്ങൾ ആ വികസനത്തിനെക്കാട്ടും അവർക്ക് കിട്ടേണ്ട കാര്യം അവര് കുറെ പ്രാചീനമായിട്ട് എത്രയോ കാലം മുന്നേ താമസിച്ചിരുന്ന വീട് പോകുകയാണെന്നൊക്കെ ആ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ വീട് പോയവര് ലക്ഷം ചോദിച്ചവന് ലക്ഷം കൊടുത്തിട്ടുണ്ട്, 10 ലക്ഷം ചോദിച്ചവന് 10 ലക്ഷം കൊടുത്തിട്ടുണ്ട് എന്നാണ് കേട്ടത്. അങ്ങനെയാണ് കേട്ടത്. അല്ല, അത് ഈ ഇമേജസ് ബാക്കി സംസ്ഥാനങ്ങളിലും പിന്നെ UP-യുടെ ബാക്കിയുള്ള ഭാഗത്തും ഭയങ്കരമായിട്ട് എഫക്ട് ആയിട്ടുണ്ടാവും. പിന്നെ സൊറോസിന്റെ പൈസ കൊണ്ടായിരിക്കും അതിനെ പറ്റിയുള്ള സ്റ്റോറീസ് ഒക്കെ വന്നത്. അതവിടെ ഇടിച്ചിട്ട് ഇറക്കിയിട്ട് അത് ന്യൂസ് ആക്കി. അത് ചില കരഞ്ഞു പോകുന്ന ആൾക്കാർക്കൊക്കെ കരയാനും വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ ഒന്നും പൈസ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക. ഏതായാലും നമുക്ക് വീണ്ടും ആന്ധ്രയിലേക്ക് തന്നെ മടങ്ങിപ്പോകാം അല്ലേ? ഈ കുറച്ചൊരു സമയം കഴിഞ്ഞോ? അതുണ്ട്, കഴിയാൻ പോവുകയാണ്. 3-4 മിനിറ്റ് ചെറിയ അങ്ങനെ. അപ്പൊ ഒന്നുമില്ല. അപ്പൊ ആന്ധ്രയില് ഇതാണ് ഇങ്ങേരുടെ ആ ഒരു പ്രശസ്ത വിജയം. പിന്നെ അങ്ങേര് 2 കേന്ദ്ര മന്ത്രിസഭയില് 2 മന്ത്രിസ്ഥാനം TDPക്ക് കിട്ടി. അതിലൊന്ന് സിവിൽ ഏവിയേഷൻ ക്യാബിനറ്റ് പദവിയാണ്. അത് നല്ല വിദ്യാഭ്യാസമുള്ള, അന്ന് നമ്മളൊരു പ്രോഗ്രാമിൽ പറഞ്ഞ മാരത്തെ ഒരു നല്ലൊരു കാൻഡിഡേറ്റിനാണ്, ഒരു യങ് മിനിസ്റ്റർ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ്. പിന്നെ ഇവിടെ മറ്റേ പവൻ കല്യാണിനെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർഷിപ്പ് കൊടുത്തു. അതിനൊന്നും ഒരു പ്രശ്നമില്ലാണ്ട് സ്മൂത്തായിട്ടാണ് കാര്യങ്ങളൊക്കെ ഇദ്ദേഹം നടത്തിയത്. അപ്പൊ അതുകൊണ്ട് ആന്ധ്ര ഗവൺമെന്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ അങ്ങേർക്ക് നേടിയെടുക്കാൻ അങ്ങേർക്ക് ആവാം, അങ്ങേർക്ക് അറിയും. പിന്നെ അവിടെ നരേന്ദ്രമോദി ആണ് എന്നുള്ളതുകൊണ്ട് മറ്റേ വാജ്പേയിയോട് കളിച്ച പോലെ കളിക്കാൻ പറ്റില്ല. പക്ഷെ കാര്യങ്ങൾ ഒരുവിധം രോഗിയായിട്ട് നിന്നിട്ടൊക്കെ കുറെ കാര്യങ്ങൾ നടത്താം. അമരാവതി ഒരു അതിഗംഭീര ഒരു സിറ്റി ആയിട്ട് മാറും. അതായത് ചണ്ഡീഗഡ് പോലത്തെ ഒരു പ്ലാൻഡ് സിറ്റിയാണ് പ്ലാൻ ചെയ്യുന്നത്, അതിലും വളരെ വലുത്. അപ്പം അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ആന്ധ്രാപ്രദേശിൽ സംഭവിക്കാനിരിക്കുന്നു. പിന്നെ അതെ, അത് തീർച്ചയായിട്ടും ഇങ്ങനെ നല്ല കഴിവുള്ള ഒരു ഭരണാധികാരി. പിന്നെ അങ്ങനെ മകൻ ഈ മിനിസ്ട്രിയിലുണ്ട്. അങ്ങനെ അവൻ ഔട്ട് ഓഫ് ദ വേ ആയിട്ടൊന്നും മകനെ കൊണ്ടുപോയി ഇരുത്തുക എന്നുള്ളതും കൂടി അയാളൊരു സ്വപ്നമാണ്. കാരണം റിട്ടയർമെന്റിലേക്ക് പോകാനുള്ള ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മകനെ കൊണ്ട് ഏൽപ്പിക്കാന്നില്ലതാണ് ഇന്ത്യന്റെ കാര്യം. അങ്ങനെയാണ്. പിന്നെ അയാൾ അവിടെയും വളരെ മറ്റേ എന്താ പറയുക ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. 25 മന്ത്രിമാരില് 10-18 ആൾക്കാർ പുതുമുഖങ്ങളാണ്.
ആ അവനിപ്പോ നാളെ ഒരു പ്രത്യേക സാഹചര്യത്തില് മകൻ ഏറ്റെടുക്കേണ്ടി വന്നാലും ഓ പഴയ നേതാക്കന്മാരൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. ഉം. പഴയ നേതാക്കന്മാർ മകനെ സ്മൂത്തായിട്ട്. അങ്ങോട്ട് ആ സഹിക്കൂല. ഏഹ് അതെ കാരണം വയസ്സന്മാർക്ക് എല്ലാവർക്കും കൂടി ഇത് അങ്ങോട്ട് സഹിക്കൂല ചിലപ്പോ. പുതിയ പയ്യന്മാര് വരും. അതെ. അപ്പൊ അതിന്റെ ഉം. ഒരു പ്രശ്നം ഉണ്ടാവണ്ട വിചാരിച്ച് മൂപ്പര് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് നന്നായി അത്. ഏഹ് അതെ. ഏതായാലും നമ്മളെ അപ്പൊ നാട്ടില് എന്തായാലും വളരെ നാട്ടിലെപ്പോഴും ഉം. പറയുന്ന ഈ ഒരു പരിപാടി ഇല്ലേ, അമ്മ അച്ഛൻ പോയി, ഏഹ് പിന്നെ അമ്മ പോയി, മോൻ വന്ന്, മരുമോൻ വന്ന്, മരുമോള് വന്ന്, പിന്നെ അത് കഴിഞ്ഞിട്ട് പേരക്കുട്ടികൾ വലുതാവുന്നത് ഇങ്ങനെ കാത്തു നിൽക്കുക. എന്നിട്ട് ഓരിങ്ങനെ വലുതായി വരുമ്പോ ഓർക്ക് വേണ്ടി മന്ത്രിസ്ഥാനം അതൊരു ഒരു ഒരു പണിയെടുക്കാൻ പോകുന്ന മാതിരിയാണ് ഇപ്പോ. ഏതെങ്കിലും കമ്പനിന്റെ പേര് അതെ. സിഇഒ ആവുന്ന മാതിരിയാണ് ഇപ്പൊ ഇന്ന്. സിഇഒ ഒക്കെ ആയിട്ട് ഇരിക്കുന്നില്ലേ, അതേമാതിരിയാണ് ഇപ്പൊ ഇന്ന് മന്ത്രിയാകുക എന്നൊക്കെ പറഞ്ഞാല്. എന്നിട്ട് ഏതായാലും കേന്ദ്രത്തിലെങ്കിലും അത് ഒഴിവായി കിട്ടിയിരുന്നു. ഇപ്പൊ 3 ടേമായിട്ട് 15 വർഷം ഇനി അങ്ങനെ ദഹിക്കുന്ന ഏതായാലും നമുക്ക് പ്രത്യേകിക്കാം. അല്ലേ? പിന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞ 2 പ്രാവശ്യം വളരെ നല്ലൊരു കാര്യം തന്നെ. ഗുജറാത്തിലും അതൊക്കെ കുറെ ഇല്ലാതായി. അവിടെയും ഇല്ല, ഇവിടെ ഇല്ല. അങ്ങനത്തെ ഗുജറാത്ത് എന്ന ആ. സംസ്ഥാനത്ത് അത് ഇല്ലാതായി. അതേമാതിരി കേന്ദ്രത്തിലും അത് ഇല്ലാതായിട്ടുണ്ട്. അതേമാതിരി മറ്റുള്ള സംസ്ഥാനങ്ങൾ പിന്നെ ഇല്ലാത്ത ഒരു സ്ഥലം നമ്മളെ കേരളമാണ്. എങ്കിലും ചെറുങ്ങനുണ്ട്. ചാണ്ടി പോയി, മഞ്ചാണ്ടി അല്ല ചാണ്ടി വേറൊരു ചാണ്ടി വന്നു. അങ്ങനെ എവിടുന്നെങ്കിലൊക്കെ കുത്തിപ്പൊന്തിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇവർക്കൊക്കെ ഇങ്ങനെ എഴുതി കൊടുത്തിരിക്കുകയാണ്. പിന്നെ അച്ഛൻ അവിടെ ഇരുന്നതിനോണ്ട് ഞങ്ങളും അതന്നെയാണ് ഇതിന്റെ ഒരു പരിപാടിയൊക്കെ നാട്ടിലുണ്ട്. അതേതായാലും നിർത്തുക തന്നെ വേണം. അത് കേന്ദ്രം അത് തുടങ്ങിയെങ്കിലും ബാക്കി എല്ലാ സ്ഥലത്തേക്കും അതങ്ങനെ പോകണം, അത് നടക്കണം. എന്റെ ആഗ്രഹമാണ്. അല്ല നിങ്ങളും അങ്ങനെ തന്നെയല്ലേ ചിന്തിക്കുന്നത്? അല്ലേ? പിന്നെ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയല്ലേ വേണ്ടത്. നമ്മളിപ്പോ ഒരു വീട്ടുകാരെ ഒരു സ്വത്ത് കൊണ്ടു നടക്കുന്ന മാതിരിയല്ലല്ലോ ഇത്. ഒരു നാടല്ലേ. ആ നാട് ഇങ്ങനെ പഴയ കാലഘട്ടത്തിലേക്കാണ് വീണ്ടും പോകുന്നത് എന്നില്ല മാതിരിയാ. അച്ഛൻ പോയാൽ മോൻ അങ്ങോട്ട് ആക്കിക്കും. മോൻ അങ്ങോട്ട് പോകുമ്പോഴേക്ക് മോൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച പേരക്കുട്ടികൾ ഇങ്ങനെ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരുത്തനുണ്ടാവും ഈ രാഷ്ട്രീയം. അപ്പൊ നമ്മളെ സമയം അവസാനിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അധികം പറഞ്ഞ് മുന്നോട്ട് പോകാൻ ടൈമില്ല. നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നമസ്തേ.